Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, starting നമുക്ക്. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay. Start ചെയ്യാട്ടോ. Start with prayer. അറിയാലോ. Yes, ma'am. Lubna. Okay. Bind us together, God, bind us together with God that cannot be broken. Bind us together, God, bind us together, God, bind us together in love. There is only one King. There is only one. That is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. We are the children of God. We are His promised divine. We are His chosen desire. We are His glorious few. Bind us together, God, bind us together. Hope that cannot be broken. Bind us together, Lord, bind us together, Lord, bind us together in love. Bind us together in love. Thank you, madam. Yeah, okay, Nabda. Very good. Then? Hello, ma'am. Yeah. Kelkavo. കേൾക്കാം. Good afternoon, everyone. I am Hissa. I warm and heartfelt welcome to our Ashwini and my dear students. Thank you. Have a nice day. Okay. Good afternoon. I am Anjana. Today's quote: accept your past without regret, handle your present with confidence, and face your future without fear. APJ Abdul Kalam. Thank you. Okay. Yeah. Yeah. അപ്പൊ ക്ലാസ്സിൽ പറയുന്ന തോട്ട്സ് എല്ലാരും വെറുതെ പറയാൻ വേണ്ടിയല്ല കേട്ടോ, ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കഴിച്ചോ എല്ലാവരും? കഴിച്ചോ? കഴിച്ചു. ആക്റ്റീവ് ആണ് എല്ലാവരും? Yes. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നൗൺ അല്ലെ, നൗൺ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? നോക്കിയായിരുന്നോ നിങ്ങൾ വീട്ടിൽ ചെന്ന്? വീട്ടിൽ ചെന്നെന്ന് പറയാനൊന്നുമില്ലല്ലോ, വീട്ടിലാണ്. ക്ലാസ് കഴിഞ്ഞ് നോക്കിയായിരുന്നോ? ഓക്കെ. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? Okay, then moving on to the next question is pronoun. Okay, pronoun എന്ന് പറയുമ്പോ ഇപ്പോ ഒരു മീര എന്ന് പറയുന്ന ഒരു കുട്ടി, അപ്പൊ ആരെങ്കിലും ആവട്ടെ, ഫ്രണ്ടോ ആരെങ്കിലും ആവാം. അപ്പൊ മീരയെ കുറിച്ച് നമ്മൾ പറയാണ്, മീര ഒരു ഫ്രണ്ടാണ്, മീരയെ കാണാൻ നല്ല ഭംഗിയാണ്, മീരക്ക് ഒരുപാട് മുടിയുണ്ട്, മീര നന്നായിട്ട് പഠിക്കും എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെയാണോ പറയാ? കണ്ടിന്യൂസ്ലി നമ്മൾ ആ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്തോണ്ടേയിരിക്കോ? മീരന്റെ ഫ്രണ്ടാണ്, അല്ലെ, പഠിക്കും, നമ്മളങ്ങനെ പറയാറില്ല അല്ലെ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നതാ മീരന്റെ ഫ്രണ്ടാണ്, അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അവളെ നന്നായിട്ട് പഠിക്കുന്നെങ്കിലേ പറയാം. അപ്പൊ അവൾ എന്നാ നമ്മൾ യൂസ് ചെയ്യാം. മലയാളത്തിലാണെങ്കിലും പേര് നമ്മള് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാതെ
അതിന് പകരം നമ്മള് എന്താണ് അവൾ, അവൻ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രോണൗണില്, അല്ല സോറി ഇംഗ്ലീഷില് അതിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത്, പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, a pronoun is a word that used instead of a noun. ഓക്കെ, നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷിലാണെങ്കിൽ എന്തൊക്കെ പറയാ, ഹി, ഷീ, ഇറ്റ്, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ അവളാണ് ഹി ആണ്, ഈ അവനെ, അവളെ, അവരെ എന്നൊക്കെ പറയാം അല്ലെ? ഹി, ഷീ, ഇറ്റ്, ഹിം, ഹിസ്, ഹർ, യുവർ, യുവേഴ്സ്, അവർ, അവേഴ്സ്, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അതായത് നൗൺ യൂസ് ചെയ്യുന്ന പകരം യൂസ് ചെയ്യുന്നത് കാര്യങ്ങളാണ്. എല്ലാ വേർഡ്സും പ്രോണൗൺ ആണ്, എല്ലാം പ്രൊണൗൺസ് ആണ്. അപ്പൊ പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ? നോട്ട് ആരും എതിർക്കണ്ട കേട്ടോ, എതിർക്കാണോ എല്ലാവരും? മനസ്സിലാക്കി പഠിക്കൂ കേട്ടോ. പ്രോണൗൺ എന്താണ് നമുക്ക് ഒരിക്കലും എക്സാമിന് എന്തോ ചോദിച്ചോ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഈ ഓയിൽ അവസാനിക്കുന്നിടത്ത് ചിലത് ഈ എംബ്രോയിസ് അതെല്ലാം ഉണ്ട്, റേഡിയോസ് ഒക്കെ. ആ നെക്സ്റ്റ് കിടക്കുന്നതിനകത്ത് ES ചേർക്കുന്നത് അത് ഓൾറെഡി പ്ലൂറൽ ആയതുകൊണ്ടാണോ? നെക്സ്റ്റ് എക്കോയിസ്, ഹീറോയിസ് പ്ലൂറലിനെ വീണ്ടും പ്ലൂറൽ ആക്കണോ? പേജ് നമ്പർ 11 കിടപ്പുണ്ട്. പേജ് നമ്പർ 11 സിംഗുലർ പോർഷൻ. അതിനകത്ത് when last O is vowels as in radio only is added from plural. ഇപ്പൊ എംബ്രോയിസ്, റേഡിയോസ് എന്ന് പറഞ്ഞ അതെണ്ണം. വീണ്ടും അതിന്റെ താഴെ കിടക്കുന്ന എൻഡിങ് O ആവുമ്പം their plurals by the addition of ES. എക്കോയിസ്, ഹീറോയിസ്, മാനിഫെസ്റ്റോയിസ്, മൊസ്കിറ്റോയ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ഞാൻ എന്റെ നോട്ട് നിങ്ങക്ക് കിട്ടിയിരുന്ന നോട്ട്, പ്ലൂറൽസിന്റെ നോട്ട്? നോട്ടില്ല. കിട്ടിയില്ല. കളക്റ്റീവ് ആണ് കിട്ടിയതല്ലേ നോട്ട്? ഒരു പോർഷൻ മാത്രം കളക്റ്റീവ് നൗൺ മാത്രം തന്നോളൂ അല്ലേ? ഓക്കെ, പ്ലൂറൽ നോട്ട് ഞാൻ പറയാട്ടോ, നാളെ ചെയ്യേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പ്ലൂറൽസിന് നമ്മൾ പല രീതിയിൽ അല്ലെ. ഇപ്പോ ബോയ്സ് ആണ്, പക്ഷെ ബേബി പ്ലൂറൽ ആക്കണമെങ്കിൽ IES ചേർക്കണം അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോ റേഡിയോസ് ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലൂറൽസ് കിട്ടും. ഓക്കെ, ഇനി എക്കോടെ അത് പ്ലൂറൽ ആക്കണമെങ്കിൽ ES ചേർക്കണം. ഓക്കെ, എക്കോസ്, ഹീറോസ് എന്നാ പറയാം. അപ്പൊ ES ചേർക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമുക്ക് എൻഡിങ് ലെറ്ററില് ഇപ്പോ എക്കോ എന്ന് പറയുമ്പോ ഓയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഏതാണ്? കോൺസണന്റ് ലെറ്റർ ആണ് അല്ലെ? കോൺസണന്റ് ലെറ്റർ ആയതുകൊണ്ടാണ് അവിടെ ES ആഡ് ചെയ്യുന്നത്. പ്ലൂറൽ ആവണമെങ്കിൽ ES ആഡ് ചെയ്യണം. ഇവിടെ നോക്കിയ റേഡിയോ എന്ന് പറയുമ്പോൾ ഓയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന വോവൽസ് ആണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് S ആഡ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതേപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ, ക്ലിയർ ചെയ്ത് പോവാം. ഡൗട്ട്സ് വെച്ചിട്ട് പോവരുതേ. ഇനി ആർക്കും ഒന്നുമില്ലല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ പ്രോണൗൺ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? അവിടെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? പേഴ്സണൽ, എംഫാറ്റിക്, റിഫ്ലെക്സീവ്, ഇൻഡിഫിനൈറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ്, റെസിപ്രോക്കൽ. ഈ 9 കൈൻഡ്സ് ഓഫ് പ്രോണൗൺസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. കേൾക്കുമ്പോ എന്തൊക്കെയാണെന്ന് ചിന്തിക്കേണ്ട. എപ്പോഴും നമ്മള് ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ കേട്ടോ, ടഫ് ആണെങ്കിലും നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഇംഗ്ലീഷിന് പറയുമ്പോ ഇംഗ്ലീഷ് മിക്കവർക്കും അറിയാത്തവർക്കാണെങ്കിൽ ഒരു പേടിയാണ്.
ഒരു ഭയങ്കര ടഫായിട്ട് തോന്നും ചിലർക്ക് അല്ലെ. എപ്പോഴും അത് എന്താണ് നമ്മൾ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഈസി ആണെന്ന് വിചാരിക്കുക, ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുക, അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും. ഓക്കെ ഓക്കെയാണ്, മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ടെൻഷൻ അടിച്ച ക്ലാസ് കേൾക്കുമ്പോഴോ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് അത് ഈസി ആണ് ആ രീതിയിൽ ഇരിക്കുക. അപ്പൊ ഈ 9 കാണുമ്പോ പേടിക്കണ്ട കേട്ടോ. ഇതില് ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ. ഇതില് കീവേഡ്സ് കണ്ടോ? ഓരോ പ്രോണൗൺസിന് നേരെ കുറച്ച് കീവേഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. പേഴ്സണൽ പ്രോണൗണിന് നേരെ ഐ യു വി, എംഫാറ്റിക് ആണെങ്കിൽ മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്. റിഫ്ലെക്സീവ് സെയിം ആ ഒരു കീവേഡ്സ് തന്നെയാണ്. ഇൻഡിഫിനൈറ്റിൽ വരുന്നത് എവരിബഡി, സംവൺ, നത്തിങ് എന്നൊക്കെയാണ്. അപ്പൊ ഈ കീവേഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോണൗണും പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ പേഴ്സൺ അല്ലെ, പേഴ്സണൽ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. പേഴ്സണൽ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നതാണ്. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അത് ആദ്യം നോക്കാം. ഇതില് ഇപ്പോ ഞാനാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയല്ലേ. അപ്പൊ ഞാൻ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾ ആരാണ്? സെക്കൻഡ് പേഴ്സൺ. നിങ്ങൾ ഇതിന് ആരോടോ കാര്യങ്ങളോടോ പോയി പറയും. അപ്പൊ അവരാരാണ്? അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്ത വാക്കുകൾ ശ്രദ്ധിച്ചോ നിങ്ങള്? ഞാൻ എന്നാ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് പേഴ്സൺ. ഞാൻ മീൻസ് ഐ ആണ് അല്ലെ. ഐ അല്ലെങ്കിൽ ഞങ്ങൾ, ഞാനും ഞങ്ങളായിരിക്കും എന്ത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം. ഓക്കെ, ശരിയല്ലേ? ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോ നിങ്ങൾ എന്തായി? സെക്കൻഡ് പേഴ്സൺ ആയി. നിങ്ങൾ ചെന്ന് അവരോടൊരു കാര്യം പറയുമ്പോൾ അവരാരായി? തേർഡ് പേഴ്സൺ ആയി. അപ്പൊ ഞാനും ഞങ്ങളും ഫസ്റ്റ് പേഴ്സൺ, ഐ ആൻഡ് വി ഫസ്റ്റ് പേഴ്സൺ ആണ്. ആൻഡ് യു നിങ്ങൾ, യു ആൻഡ് യുവർ എന്താണ്? സെക്കൻഡ് പേഴ്സൺ. ഇനി അവർ ആകാം, അവരോ അവളോ അവനോ ഒക്കെ ആകാം, തേർഡ് പേഴ്സൺ ആകാം. അപ്പോ ഹി, ഷീ, ഇറ്റ്, ദേ ഇതൊക്കെ എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. മനസ്സിലായോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോ നിങ്ങൾ ചെന്ന് വേറെ ആരോടെങ്കിലും പറയും. കുറച്ചു പേര് അവരോട് പറയും, കുറച്ചുപേര് അവനോട് പറയും, അല്ലെങ്കിൽ കുറച്ചുപേര് അവളോട് പറയും. അപ്പൊ കണക്ട് ചെയ്ത് മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സബ്ജക്ട് വൈസ് ഇതെല്ലാം സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഐ വി മ്യൂട്ട് ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, ശ്രദ്ധിക്കുക എപ്പോഴും. സെക്കൻഡ് പേഴ്സൺ യു ആൻഡ് യുവർ ആണ്. നീയും നിങ്ങളും ആണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സണില് ഷീ, ഹി, ഇറ്റ്, ദേ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. മനസ്സിലായല്ലോ അത്? അപ്പൊ അതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പൊതുവെ അങ്ങനെ ചോദിക്കാറില്ല. പേഴ്സണൽ പ്രോണൗൺ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതായത് പിന്നെ ഇനി സബ്ജക്ട് വെച്ച് നോക്കാം. സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ നോക്കാം. അതായത് ഇപ്പോ ഞാൻ ടീച്ചറാണ്, ഞാൻ ടീച്ചർ ആണെന്ന് പറയുമ്പോ ആ സെന്റൻസിലെ സബ്ജക്ട് ആരാണ്? അപ്പൊ ഐ എന്ന് പറയുന്നതാണ് അവിടെ സബ്ജക്ട് പ്രോണൗൺ. ഐ എന്തായാലും പ്രോണൗൺ ആണല്ലോ അല്ലെ. ഐ പ്രോണൗൺ ആണ് കേട്ടോ. അപ്പൊ ഐ എന്ന് പറയുന്നത് സബ്ജക്ട് പ്രോണൗൺ ആണ്. ഫസ്റ്റ് സെന്റൻസിലെ സബ്ജക്ട് ഏതാണോ അതാണ് സബ്ജക്ട് പ്രോണൗൺ. ഇനി ഒബ്ജക്റ്റ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓക്കെ, ഐ ലവ് യു എന്ന് പറയാം അല്ലെ, ഐ ലൈക്ക് യു എന്ന് പറയാം. ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്? യു ആണ് അല്ലെ, യു ആണ്. ഇനി യു ഷീ റെസ്പെക്ട് മീ എന്നാണെങ്കിൽ ഇവിടെ സബ്ജക്ട് ഒബ്ജക്റ്റ് ആരാണ്? മീ ആണ്. ഇനി ഷീ ലവ് ഹിം, അവിടെ ഒബ്ജക്റ്റ് ആരാണ്? യെസ്, ഓക്കെ, ഹിം ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലായി. ഇനി ദാറ്റ്സ് മൈ പെൻ, ദാറ്റ്സ് മൈ പെൻ, അത് എന്റെ പേന, എന്റെ പേനയാണ്. അതായത് പൊസസീവ് ആണ്.
അപ്പൊ എന്റെ, നിന്റെ, അവന്റെ, അവളുടെ എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്? പൊസസീവ് ആണ്. അപ്പൊ ഐ, ഹിസ്, ഹർ, യുവർ എന്നൊക്കെ പറയുന്നത് പൊസസീവ് ആണ്. ഇറ്റ്സ് മൈ പെൻ, ഇറ്റ്സ് യുവർ പെൻ, ദാറ്റ്സ് ഹിസ് പെൻ, അല്ലെ? ദാറ്റ്സ് ഹർ പെൻ എന്നൊക്കെ പറയാൻ നമുക്ക്. അത് അവളുടെ പേനയാണ്, അവന്റെ പേനയാണ്, അവന്റെ പേനയാണ്. അപ്പൊ അവന്റെ, അവളുടെ എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്? പൊസസീവ് ആണ്, ഓണർഷിപ്പ് ആണ്. എന്റെ, നിന്റെ എന്നൊക്കെ പറയുമ്പോൾ ഓണർഷിപ്പ് ആണ്, പൊസസീവ് ആണ്. അത് പൊസസീവ് പ്രോണൗണിൽ വരുന്നതാണ്. ക്ലിയർ? ഇപ്പൊ സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ ഇതെല്ലാം ക്ലിയർ ആയോ? ഇനി ടേബിളിലേക്ക് വരാം. ഈ ടേബിളിൽ ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാം ഉണ്ട്. അതായത് ഐ, ഞാനാണ്. അതിന്റെ പ്ലൂരല് ഞങ്ങൾ. ഐയുടെ പ്ലൂരൽ എന്താണ്? ഞാൻ അല്ലെങ്കിൽ ഞങ്ങളാണ്, അല്ലെ? അതെപ്പോഴും സബ്ജക്റ്റ് ആയിട്ടാണ് വരാറ്, അല്ലെ? ഐ ലൈക്ക് യു അല്ലെങ്കിൽ വി ലൈക്ക് യു. ഒരിക്കലും മീ വെച്ച് തുടങ്ങോ സബ്ജക്റ്റ് ആയിട്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ. അപ്പൊ അത് പേഴ്സണൽ ആയതുകൊണ്ടാണ് ഐയും ബിയും വന്നത്, ഞാനും ഞങ്ങളും വന്നത് പേഴ്സണൽ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ മീ ആൻഡ് അസ് ആണ്, അല്ലെ? മീയും അസ് ആണ് വരെ. അസ് എന്താണ് മീനിങ്? എന്താ അസ്? ഞങ്ങളാണ്. ഓക്കെ, ഞങ്ങളുടെ എന്നാണ് പറയുന്നത്. എന്തോ നമ്മളാണോ? ആ, നമ്മൾ എന്ന് പറയാം. നമ്മുടെ, നമ്മൾ എന്നൊക്കെ പറയാം കേട്ടോ. അസ്. ആൻഡ് പൊസസീവ്, പൊസസീവ് പറഞ്ഞ പോലെ എന്താണ്? മൈ ആണ്, മൈൻ ആണ്, എന്റെ. അതിന്റെ പ്ലൂറൽ എന്താണ്? അവർ. അത് ഞങ്ങളുടെയാണ്. ഓക്കെ, അസ് നമ്മുടെ ആണെങ്കിൽ അവർ ഞങ്ങളുടെയാണ് കേട്ടോ. അവർ അവേഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് യു. യുവിന്റെ ഒബ്ജക്റ്റും സബ്ജക്റ്റും പൊസസീവ് ഒക്കെ സെയിം ആണ്. യു തന്നെയാണ്. ദെൻ യുവേഴ്സ് വരും, നിങ്ങളുടെ എന്ന് പറയും. ഇനി ഹീയിലേക്ക് വരാണെങ്കിൽ ഹി, ഷീ അത് മസ്കുലിൻ ഫെമിനൈൻ ആണ്, അല്ലെ? ഹി സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് എന്താണ്? ഹിം ആണ്. ഓക്കെ, പൊസസീവ് എന്താണ്? ഹിസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആണ് കേട്ടോ, ഫെമിലിയർ ആണ്. പിന്നെ ഞാനിത് ഒബ്ജക്റ്റ് പൊസസീവ് എന്നൊക്കെ പറയുമ്പോഴുള്ള കൺഫ്യൂഷൻ ആണ് വരാൻ. അതൊക്കെ വിട്ടേക്കിട്ടോ, അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം അറിയാവുന്നത് തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ just leave it. Okay. And she ആണെങ്കിൽ her എന്ന് പറയുന്ന ഒബ്ജക്റ്റും hers എന്ന് പറയുന്നത് പൊസസീവ് ആണ്. ഇറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഇറ്റ് ന്യൂട്ടർ ആണല്ലേ, ന്യൂട്ടർ ജെൻഡറിനെ പറയുന്നതാണ് ഇറ്റ്. അപ്പൊ ഇറ്റ് തന്നെയാണ് എല്ലാത്തിലും. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ, അത് പൊസസീവ് ആണ്. ദേ ആണെങ്കിൽ ദം, അവരുടെ, അല്ലെ? അവരെ എന്നാണ്. ദം അവരെയാണ്. ദയർ എന്താണ്? അവരുടെ എന്നാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഒക്കെ പറഞ്ഞു. ആൻഡ് സബ്ജക്റ്റും ഒബ്ജക്റ്റും പൊസസീവ് ഒക്കെ മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം. പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് പ്രോണൗണിന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് പ്രോണൗൺ എന്താണെന്ന് ജസ്റ്റ് ഡെഫിനിഷൻ എഴുതി വെക്കും. A pronoun is a word that used instead of a noun. That we use in a place of a noun. Actually, ഉണ്ട് already definition. വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം കേട്ടോ. മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും നല്ലത് മനസ്സിലാക്കി. എന്തോ Miss that, noun that. A pronoun is a word that used instead of a noun. That used instead of a noun. മാം ഒന്നുകൂടി പറയോ? Next കേട്ടോ. A pronoun is a word that used instead of a noun. നൗണിന് പകരമായി, ഒരു നാമത്തിന് പകരമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പ്രോണൗണിനെ കുറിച്ച് എന്താണോ മനസ്സിലായത് അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കാരണം അത് നിങ്ങളുടെ നോട്ടാണ്. ഞാൻ വന്ന് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു നോട്ടാണ്, അല്ലെ? നോട്ട്ബുക്ക് ആണ്, ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ആണ്. സോ ഇനി കുറെ നാൾ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് ചിലപ്പോ വർക്ക് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട്ബുക്ക് ആയിരിക്കണം. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എപ്പോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാകണം, എന്താണ് പ്രാണ എന്ന് മനസ്സിലാകണം. അപ്പൊ ആ രീതിയിൽ എന്ത് പൊട്ടത്തരത്തിലാണെങ്കിലും എഴുതി വെക്കാട്ടോ. ഞാൻ പറയുന്ന പോലെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, നിങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ മീര മീര എന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ അതിന് പകരം നമ്മൾ അവൾ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രാണം എന്നും എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓരോരുത്തരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അവരുടേതായ ഒരു വേയിലാണല്ലേ. വേ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഇസ് ഡിഫറെന്റ് അല്ലെ. അപ്പോ ആ രീതിയിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാട്ടോ. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം എന്ന് മാത്രം. അതിനുശേഷം ഞാൻ പറയാം എഴുതുന്നുണ്ടെങ്കിൽ. കഴിഞ്ഞു കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞു മേഡം. ഓക്കെ, ഞാൻ ആ നോട്ട്ബുക്കിന്റെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുവരെ സ്കൂൾ ലൈഫിലാണെങ്കിലും പഠിച്ചത് ടീച്ചേഴ്സ് പറയുന്ന നോട്ട് എഴുതിയതാണ് അല്ലെ. എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുന്ന അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വേ ഉണ്ട് പഠിക്കേണ്ടത്. ചിലപ്പോൾ സിമ്പിൾ ട്രിക്ക് ആയിരിക്കാം. അപ്പൊ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മനസ്സിലാക്കി പഠിക്കാം, ഒരിക്കലും മറക്കില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഓക്കെ ഇതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാ നോട്ട്സും, ഞാൻ പറയുന്ന ക്ലാസ്സിലെ എല്ലാ നോട്ട്സും ഞാൻ ചിലപ്പോൾ പറഞ്ഞു തരും. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷെ എഴുതുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ. പിന്നെ അറിയാലോ 9 kinds ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോണൗൺ ആണ് പേഴ്സണൽ പ്രോണൗൺ. സോ പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് കൊടുക്കാം. ഇതിൽ നമ്മൾ എഴുതുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് എഴുതേണ്ടത് നമുക്ക്. ഇവിടെ പേഴ്സണൽ പ്രോണൗൺ ആയതുകൊണ്ട് സബ്ജക്റ്റ് വരുന്നത് ഏതൊക്കെയാണ് സബ്ജക്റ്റ്? I, we, we, me, me, my, ഒരു കാര്യം ചെയ്യൂ, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉള്ളത് പോലെ പഠിക്കാം. എന്താ ചെയ്യേണ്ടേ? എഴുതണോ? എഴുതാം മാം. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല മാം. ടെക്സ്റ്റ് എഴുതില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എഴുതാം ഐ എന്ന് പറഞ്ഞിട്ട്. അത് സബ്ജക്റ്റ് പ്രോണൗൺ ആണെന്ന് എഴുതാം. സബ്ജക്ട് പ്രോണൗൺ. ഓക്കെ, ഇനി താഴെ ഐയുടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റ് വേണം അല്ലെ. ഐയുടെ താഴെ ഒബ്ജക്റ്റ് എഴുതാം. അത് ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതുന്ന 3 ടേബിൾ വരയ്ക്കാം. സബ്ജക്ട്, ഒബ്ജക്റ്റ്, പൊസസീവ് എന്ന് 3 ടേബിൾ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഐയുടെ നേരെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ കാണിക്കാം? യെസ് മാം. ക്ലിയർ ആവുന്നുണ്ട്? ക്ലിയർ ആവുന്നുണ്ട്. ഐ സബ്ജക്റ്റിന് താഴെ ഐ എഴുതാം. അതിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? മീ ആണ്. ആൻഡ് അതിന്റെ പോസസീവ് എന്താണ്? അസ് ആണ്. അപ്പൊ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടില്ല. സബ്ജക്റ്റ്, മോൾ ഹെഡിങ്, സബ്ജക്ട്, ഒബ്ജക്റ്റ്, പോസസീവ് എന്ന് കൊടുക്കുക. എന്നിട്ട് ആ സബ്ജക്റ്റിന് താഴെ ഐ എഴുതാം. ഐയുടെ ഒബ്ജക്റ്റ് ആണ് എന്ത്? മീ. പോസസീവ് എന്താണ്? അസ് ആണ്. അങ്ങനെ എഴുതി എഴുതി പോവാട്ടോ. അടുത്ത സബ്ജക്റ്റ് ഏതാ? വി ആണ്. ആൻഡ് വിയുടെ ഒബ്ജക്റ്റ്, സോറി, ഐയുടെ പോസസീവ് അസ് അല്ല, മൈ ആൻഡ് മൈൻ ആണ്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ മൈസെൽഫ് എന്ന് പറയുമ്പോൾ അത് പോസസീവ് ആണ്. എന്തോ? മൈസെൽഫ് എന്ന് നമ്മൾ മൈസെൽഫ്, അപ്പൊ അത് പോസസീവ് ആണ്. മൈസെൽഫ് പോസസീവ് ആണ്. പക്ഷെ നമ്മള് ഇത് ഞാൻ പറഞ്ഞു, ഇത് പ്രോണൗൺസ് ആണ്. അപ്പൊ പേഴ്സണൽ പ്രോണൗണിൽ പെടുന്ന ഇതാണ്.
മൈസെൽഫ് ഒക്കെ വരുന്നത് വേറെ പ്രോണൗണിലാണ് കേട്ടോ. ആ ടൈമിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഇങ്ങനെ എഴുതൂട്ടോ. ഐ സബ്ജക്റ്റ്, മീ ഒബ്ജക്റ്റ്, മൈ മൈൻ പൊസസീവ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സബ്ജക്റ്റ് വി ആണ്. വി സബ്ജക്റ്റ്, അസ് ഒബ്ജക്റ്റ്, ആൻഡ് പൊസസീവ് അവർ അവേഴ്സ് ആണ്. യു, യു സബ്ജക്റ്റ്, യു തന്നെയാണ് ഒബ്ജക്റ്റും. പൊസസീവ് എന്താണ്? യു, യുവർ ആണ്. ഇനി ഹി സബ്ജക്റ്റ്, ഹിം ഒബ്ജക്റ്റ്, ഹിസ് പൊസസീവ്. Next, she subject, her object, her, hers, possessive. It subject, it object, its possessive. They subject, they are, they subject, them object, they are, theirs. മാം ഒരു ഡൗട്ട്, ഇവിടെ യുവർ യുവേഴ്സ് ആണോ മാം പൊസസീവില് വരുന്നത്? രണ്ടും വരും കേട്ടോ. യു യുവേഴ്സും വരും. യുവേഴ്സ് ആണേ, യുവേഴ്സ്. യെസ് ഉണ്ട്. യുവറും യുവേഴ്സ് ഒക്കെ വരും, എല്ലാം വരും പൊസസീവ്. നിന്റെ നമ്മൾ പറയല്ലോ, യു ഇറ്റ്സ് യു, അത് നിന്റെയാണ്. ഇറ്റ്സ് യു എന്ന് പറയും, ഇറ്റ്സ് യുവർ എന്നും പറയും. അപ്പൊ യുവറും യുവേഴ്സ് ഒക്കെ എഴുതാം. യു, യുവർ, യുവേഴ്സ് ഒക്കെ എഴുതാം കേട്ടോ. അവിടെ പൊസസീവില്, യുവിന്റെ പൊസസീവില് യു എഴുതാം, യുവർ എഴുതാം, യുവേഴ്സ് എഴുതാം, മൂന്നും എഴുതാം. രണ്ടിനും മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, പൊസസീവിലൊക്കെ പഠിക്കാനുള്ളത്. ഇനി ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അറിയാലോ, ഇതൊക്കെ തന്നെയാണ്. ഐയും ബിയും ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, ബാക്കി വരുന്ന എല്ലാവരും എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, സെപ്പറേറ്റ് എഴുതണോ? അതിനെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റില് ആ ടേബിളിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ടേബിൾ ആണ് ഇത്. ഏതാണ്? ഐ, പിയും. സെക്കൻഡ് പേഴ്സൺ ടേബിള് യു. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. ഏതെങ്കിലും എഴുതാം കേട്ടോ, എഴുതിക്കോളും. മാം സെക്കൻഡ് പേഴ്സണിൽ യുവർ വരില്ലേ? സെക്കൻഡ് പേഴ്സണിൽ യു, യുവർ, യുവേഴ്സ് വരില്ലേ? ഇല്ലില്ല, യു തന്നെയാണ്. സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് അല്ലേ വരാം. ഇപ്പൊ യു ആണ്. ഇതെല്ലാം സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എല്ലാം സബ്ജക്റ്റിൽ വരാം. അവിടെ ഒബ്ജക്റ്റ് പൊസസീവ് ഒന്നുമില്ല, സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയാനുള്ളത്. ചോദിക്കട്ടെ, തേർഡ് പേഴ്സണിൽ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് ആണ്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഹിമ്മും ഹിസും പൊസസീവ് നൗൺ ആയിട്ട്, അങ്ങനെ പ്രോനൗൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാണുന്നത്. ഇല്ല, അത് ആ ടേബിൾ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. അതെ, ഫെമിനൈൻ, ന്യൂട്രൽ, അത് ആ ഹെഡിങ്ങില് താഴെ വരേണ്ടതാണ്. സബ്ജക്ട് ഹീല് വരണം, ഒബ്ജക്ട് ഹിമ്മില് വരണം. അത് മാറിപ്പോയതാണ് കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇപ്പൊ നിങ്ങൾ എഴുതി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതില് ഇപ്പോ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ, വേർ ഈസ് യുവർ ഫാദർ?
where is your father എന്ന് ചോദിച്ചാൽ എഴുതണ്ട, നോട്ട് എഴുതണ്ട, കേക്കൂ. where is your father എന്നാണ് എന്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ കാണാമല്ലോ, where is your father. അതില് ആ സെന്റൻസ് തന്നിട്ട് ചോദിക്കും. അപ്പൊ യുവറിന്റെ പോർഷനിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, where is your father എന്ന സെന്റൻസിൽ യുവറിന്റെ പോർഷനിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകാം. ആലോചിച്ച് വെക്കൂ, ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകാം. അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. അണ്ടർലൈൻ ചെയ്ത ആ പാർട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് 4 ഓപ്ഷൻസ് തരും നിങ്ങൾക്ക്. അതില് റെസിപ്രോക്കൽ പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ, എംഫാറ്റിക് പ്രോണൗൺ, പേഴ്സണൽ പ്രോണൗൺ, ഇങ്ങനെ 4 ഓപ്ഷൻസ് തരും. അപ്പൊ യുവർ എന്ന് പറയുന്ന ആ അണ്ടർലൈൻ ചെയ്ത ആ യുവർ എന്ന് പറയുന്ന വേർഡ് ഏത് പ്രോണൗൺ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും, ഏത് പ്രോണൗൺ ആണ്? പേഴ്സണൽ pronoun. പേഴ്സണൽ പ്രോണൗൺ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? പൊതുവേ പേഴ്സണൽ പ്രോണൗണിന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. കാരണം അതിനേക്കാളും നല്ല എത്രയോ നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ പ്രോണൗൺസ് ആണ് താഴെയുള്ളതൊക്കെ. ഓക്കെ, അതുകൊണ്ട് ഇതിന് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ പേഴ്സണൽ പ്രോണൗൺ ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എംഫാറ്റിക് പ്രോണൗൺ. സെക്കൻഡ് പ്രോണൗൺ എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഇതില് എംഫാറ്റിക് പ്രോണൗൺ ഹെഡിങ് കൊടുക്കും കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, ഹെഡിങ് കൊടുത്തേക്കോ, എംഫാറ്റിക് പ്രോണൗൺ. പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുക, എംഫാറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗൺ ഹെഡിങ് കൊടുക്കാം. ഇതില് കുറച്ച് കീവേഡ്സ് ഉണ്ട്. അപ്പൊ കീവേഡ്സ് എംഫാറ്റിക് പ്രോണൗൺ ഹെഡിങ് കൊടുത്തതിന് ശേഷം എഴുതാം, നോട്ട്ബുക്കിൽ എഴുതാം. ഏതൊക്കെയാണ് ഇവിടെ കാണുന്ന കീവേഡ്സ് ആണ് കേട്ടോ. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. ഈ കാണുന്ന എല്ലാ കീവേഡ്സും എഴുതിക്കോളൂ കേട്ടോ. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. എന്താണ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ? ഞാൻ തന്നെ, അവർസെൽഫ് ഞങ്ങൾ തന്നെ, നീ തന്നെ, അവൻ തന്നെ, അവൾ തന്നെ, അത് തന്നെ, അവർ തന്നെ. ആ ഒരു മീനിങ്ങിലാണ് വരാം. മനസ്സിലായോ? മൈസെൽഫ് ഞാൻ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ കീവേഡ്സ് എല്ലാം എഴുതി കഴിഞ്ഞല്ലോ. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ് എല്ലാം എഴുതി. ഓക്കെ, ഇനി
Emphatic pronouns are emphatic pronouns are used to stress the noun or pronoun stands for it. It can stress a noun in the object. അതായത് ഇത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിള് നോട്ട്ബുക്കിൽ എഴുതി വെച്ചേ. I repaired the bike myself. I repaired the bike myself. Okay. ഇനി താഴെ ചെയ്ത I myself repaired the bike. I myself repaired the bike. Okay, clear? ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? കീബോർഡ്സ് അറിയാം അല്ലെ? കീബോർഡ് എന്താണെന്ന് അറിയാം. അതെന്താ എവിടെയാണ് വന്നിരിക്കുന്നത് എല്ലാം ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? സബ്ജക്ട് ഒബ്ജക്ട് അങ്ങനെയാണോ? ആദ്യത്തെ ലൈനിലെ അവസാനവും രണ്ടാമത്തെ ലൈനിലെ ആദ്യവും അങ്ങനെയാണോ? കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, അങ്ങനെയല്ല കേട്ടോ. ഫസ്റ്റ് ബൈക്ക്, ബൈക്കിന് ശേഷവും സെക്കൻഡ് എക്സാമ്പിളില് ഐക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. നൗൺ ആണ് കേട്ടോ. നൗൺ. ബൈക്ക് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ഐ എന്താണ് അപ്പോ? സബ്ജക്റ്റ്. ബൈക്ക് നൗൺ ആണെങ്കിൽ ഐ എന്താണ്? പ്രോനൗൺ ആണ്. അപ്പോ നൗണിന് ശേഷമോ പ്രോനൗണിന് ശേഷമോ ഈ തന്നിരിക്കുന്ന കീവേഡ്സ് വരികയാണെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. എഴുതിക്കോളൂ, ഈ മലയാളം തന്നെ എഴുതിയാലും മതി. നൗണിന് ശേഷമോ നൗണിനോ പ്രോനൗണിനോ ശേഷം തന്നിരിക്കുന്ന കീവേഡ്സ് ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. നൗണിനും പ്രോനൗണിനോ ശേഷം കീവേഡ്സ് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ അതെന്താണ്? എംഫാറ്റിക് പ്രോനൗൺ ആണ്. മിസ് ഒന്നുകൂടി പറയോ? ക്ലിയർ ആയില്ല. നൗണിനോ പ്രോനൗണിനോ ശേഷം തന്നിരിക്കുന്ന, അതായത് മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ് എന്ന് പറയുന്ന കീവേഡ്സ് ഏതെങ്കിലും ഒരെണ്ണം വന്നാല് അത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. Emphatic pronouns are used after noun and pronoun. Emphatic pronouns are used after the noun and pronoun. ഒന്നുകൂടെ പറയാവോ? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഇംഗ്ലീഷ്. Okay. Emphatic pronouns are used emphatic pronouns are used after the noun and pronoun. Text ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. നൗണിനോ പ്രോനൗണിനോ ശേഷം യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് എന്താ? എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇത് കഴിഞ്ഞു. അപ്പൊ എംഫാറ്റിക് പ്രോനൗൺ മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് റിഫ്ലെക്സീവ് പ്രോനൗൺ. റിഫ്ലെക്സീവ് പ്രോനൗണിന് ഹെഡിങ് കൊടുക്കാം. റിഫ്ലെക്സീവ് പ്രോനൗണിലും ഈ സെയിം കീവേഡ് തന്നെയാണ്.
ഓക്കെ, റിഫ്ലെക്സീവ് പ്രോണൗണിലും സെയിം കീവേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ സെയിം കീവേഡ് തന്നെ രണ്ട് പ്രോണൗണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഇതിൽ ഏതാണ് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഏത് പാർട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്ന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? പേഴ്സണൽ പ്രോണൗൺ, എംഫാറ്റിക് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ. 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതില് അങ്ങനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ചെയ്യൂ ഏതാണ്. നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? കാരണം രണ്ടിലും സെയിം കീവേഡ്സ് തന്നെയുണ്ട്. പിന്നെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അറിയൂ? നോക്കൂ. ഒരേപോലത്തത് ഒരുപോലെ വരുന്നതാണ്. ഒരേ കീവേഡ് ഒരുപോലെ വരുന്നിടത്താണ്. നൗണും പ്രൊനൗണും ഉണ്ടോ നോക്കും. കൊള്ളാം. ഞാൻ 2 എക്സാമ്പിള് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, എഴുതിയെടുക്കണ്ട കേട്ടോ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ്, വി സോ ദ പ്രിൻസിപ്പൽ. ഇതിൽ രണ്ടിലും നമുക്ക് വി സോ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ് ആണ് കേട്ടോ. വി സോ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ്, സോറി ഇവിടെ ഹിംസെൽഫ് മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഇതില് എംഫാറ്റിക് പ്രോണൗൺ ഏതാണ്? ഹിംസെൽഫ്. ഹിംസെൽഫ് അല്ലേ മാം? ഹിംസെൽഫ്. വി സോ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ് അല്ലേ വരിക? അതാണ് എംഫാറ്റിക്. കാരണം എന്താണ്? ഹിംസെൽഫ് വന്നിരിക്കുന്നത് നൗണിന് ശേഷമാണ് അല്ലെ? ആണ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. സോ നൗണിന് ശേഷമാണ് ഹിംസെൽഫ് എന്ന് പറയുന്ന കീവേഡ് വന്നത്. അതുകൊണ്ട് ആ സെന്റൻസ് ആണ്, ആ സെന്റൻസിൽ ഹിംസെൽഫ് എന്ന് പറയുന്ന വേർഡാണ് എന്ത്? എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ മുകളിലത്തെയോ ഫസ്റ്റ് എക്സാമ്പിളോ ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ്. ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫോ എന്ത് വരും? റിഫ്ലെക്റ്റീവ് പ്രോനൗൺ. ഹിംസെൽഫ്. He brought the car himself. നിങ്ങൾ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. ഈ കീവേഡ്സ് എന്താണെന്ന് അറിയാലോ. കീവേഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഏതൊക്കെയാണ് കീവേഡ്സ്? ഏതൊക്കെയാണ്? കീവേഡ്സ്. അപ്പൊ എംഫാറ്റിക് എന്താണ്? ആ എംഫാറ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ആഫ്റ്റർ നൗൺ ഓർ പ്രോനൗൺ. ആഫ്റ്റർ നൗൺ ഓർ പ്രോനൗൺ അല്ലെ? അപ്പോ ഈ തന്നിരിക്കുന്ന 2 എക്സാമ്പിളിലും ഒന്ന് നോക്കി, ശ്രദ്ധിച്ചു നോക്കി, ഏതാണ്? എംഫാറ്റിക് പ്രോനൗൺ. 2 എംഫാറ്റിക് അല്ലേ? അതെ. യെസ്. 2 എംഫാറ്റിക് ആണോ? യെസ് മാം. കാറും പ്രിൻസിപ്പളും നൗൺ അല്ലേ? യെസ് മാം. എംഫാറ്റിക് ആണ്. ഓക്കെ, then ഇതോ he blamed himself. He blamed himself. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തേക്കാണ്. ഏതാണിത്? റിഫ്ലെക്റ്റീവ്. കാരണം നിങ്ങൾ ഓൾറെഡി എംഫാറ്റിക് പഠിച്ചു. അപ്പൊ ഇത് നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി അത് എംഫാറ്റിക് അല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആണ്. അങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയും പഠിക്കാം. പിന്നെ എന്താണ്? ബ്ലെയിം നൗൺ അല്ല കേട്ടോ. ശരിക്കും ആദ്യം നിങ്ങൾ നൗൺ എന്താണെന്ന് അറിയണം. ഓക്കെ, നൗണില്ല.
നൗണിന് ശേഷമാണ് ഈ കീവേഡ് വരുന്നെങ്കിലാണ് എംഫാറ്റിക് ആവുക. അപ്പോ ഇനി വെർബിന് ശേഷമോ വെർബൊക്കെ വരും അല്ലെ, വെർബോ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ വന്നിട്ട് അതിനുശേഷമാണ് ഈ കീവേഡ് വരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. മനസ്സിലായോ? ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടിലും സെയിം കീവേഡ് ആണ് തന്നിരിക്കുന്നെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ഒരു പ്രൊനൗൺ ഏതെങ്കിലും പഠിച്ചാൽ മതി. ഓക്കെ, റിഫ്ലെക്സീവിലും എംഫാറ്റിക്കിലും തന്നിരിക്കുന്ന കീവേഡ്സ് ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ നമ്മൾ എംഫാറ്റിക് ഓൾറെഡി പഠിച്ചു. നൗണിനും പ്രൊനൗണിനും ശേഷം കീവേഡ്സ് വരാണെങ്കിൽ അത് എംഫാറ്റിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് എംഫാറ്റിക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നിരിക്കുന്നതിൽ എംഫാറ്റിക് ആണെങ്കിൽ നമുക്ക് എംഫാറ്റിക് ആൻസർ ചെയ്യാം. പിന്നെ സെന്റൻസ് നോക്കിയിട്ട് അത് എംഫാറ്റിക് അല്ല, കാരണം നൗണിന് ശേഷം വന്നിട്ടില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്തായിരിക്കും, റിഫ്ലെക്സീവ് ആയിരിക്കും. അപ്പൊ രണ്ട് പ്രൊനൗൺ നമ്മൾ പഠിച്ചില്ലേ, എംഫാറ്റിക്കും പഠിച്ചു, റിഫ്ലെക്സീവും പഠിച്ചു. ക്ലിയർ ആയോ? Okay, ma'am. ക്ലിയർ ആണ്, സിമ്പിൾ ആണ് കേട്ടോ. Exams ഒക്കെ വന്ന് തന്നാൽ എക്സാമ്പിൾസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഡ്രോ ദ കാർ ഹിംസെൽഫ് എന്ന് പറയുന്ന ഈ എക്സാമ്പിൾ മാത്രം മിസ്റ്റേക്ക് ആണ്, അത് എംഫാറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. മിസ്റ്റേക്കിന്റെ ഇങ്ങനെ വന്നതാണ്. ഓക്കെ, ബാക്കിയെല്ലാം നോക്കൂ. ദേ ഫൗണ്ട് ദംസെൽവ്സ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ഫൗണ്ട് എന്ന് പറയുന്നത് ഒരു വേർബ് ആണ് അല്ലെ, ഫൗണ്ടിന് ശേഷമാണ് ദംസെൽവ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണ്. യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ്. അവിടെ ബ്ലെയിം എന്ന് പറയുന്നത് നൗൺ അല്ല, സോ അത് റിഫ്ലെക്സീവ് ആണ്. ദ ചിൽഡ്രൻ വാഷ്, വാഷ് എന്ന വേർബ് ആണ് അല്ലെ. Then he കട്ടും verb ആണ്. She has cured herself of the habit. Okay, curd അതും എന്താണ്, നൗൺ ഒന്നുമല്ല. അപ്പൊ നൗണിന് ശേഷം വരാത്ത എല്ലാം റിഫ്ലെക്സീവും, നൗണിന് ശേഷം വരുന്നത് എംഫാറ്റിക്കും ആണ്. ക്ലിയർ? സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കൂ. ഇത് മാത്രമേ ഈ പോർഷനിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഇനി ഇൻഡിഫിനൈറ്റ് എന്ന് പറയുന്നത് എല്ലാം കീവേഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. ഇൻഡിഫിനൈറ്റിന്റെ ഹെഡിങ് കൊടുത്ത് ഈ കാണുന്ന കീവേഡ്സ് എല്ലാം എഴുതി വെക്കുക. എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, ഇതൊക്കെ എഴുതി വെക്കുക. റിഫ്ലെക്സീവ് നോട്ട് എഴുതിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ റിഫ്ലെക്സീവ് നോട്ട് എഴുതാം. കാരണം എഫക്റ്റീവ് പഠിച്ചുകൊണ്ട് റിഫ്ലെക്സീവ് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണല്ലോ. എഴുതി വെക്കൂ. കഴിയുമ്പോ പറയാട്ടോ. കീവേഡ്സ് മാത്രം എഴുതാം. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഉള്ളവർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടെക്സ്റ്റിൽ ഓൾറെഡി അത് ഉണ്ട് എല്ലാ കീവേഡ്സും. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇൻഡിഫിനൈറ്റിന്റെ കീവേഡ്സ് എഴുതിയോ? എല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള പ്രൊനൗൺ എല്ലാം സിമ്പിൾ ആണ് കേട്ടോ. കാരണം ഈ കീവേഡ്സ് ഇപ്പൊ ഇൻഡിഫിനൈറ്റിന് കുറച്ച് കീവേഡ്സ് ഉണ്ട് അല്ലെ. ഈ കീവേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണ സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിഫിനൈറ്റ് പ്രൊനൗൺ ആണ്. അപ്പൊ കീവേഡ്സ് മാത്രം പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ someone called when you were alone. ഈ someone എന്ന് പറയുന്നത് ഏത്
പ്രോണൗണിൽ കീവേഡ് ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കീവേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗൺ കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഈച്ച്, ഐദർ ആൻഡ് നൈദർ, ഈ 3 കീവേഡ് ഇതിനകത്തുള്ളൂ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. അല്ല മാം, ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത് എങ്ങനാ? ഫ്രണ്ടിലാണോ കീവേഡ്സ് ഉപയോഗിക്കുന്നത്? ഫ്രണ്ടിൽ എവിടെ വേണമെങ്കിലും വരാം, സെന്റൻസിൽ എവിടെ വേണമെങ്കിലും ആ കീവേഡ് ഏത് കാരണം വരാം. എവിടെ വന്നാലും ആ കീവേഡ് ഏത് പ്രോണൗണിന്റെ എന്ന് ആലോചിക്കുക, ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ കീവേഡ് ആണ് പഠിക്കേണ്ടത്. ഇൻഡിഫിനൈറ്റ് പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ, കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓടി നോക്കാം. പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ മനസ്സിലായി ഏതൊക്കെയാണ്? ഐ, വി അതാണ് ഫസ്റ്റ് സബ്ജക്ട്, യു ആൻഡ് യുവർ സെക്കൻഡ് സബ്ജക്ട്, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെയാണ് തേർഡ് പേഴ്സൺ വരാം. ഇനി സബ്ജക്ട് പ്രോണൗണിൽ വരുന്നത് ഐ, വി ആണ്. ഒബ്ജക്റ്റിലൊക്കെ വരുമ്പോ എന്തായിട്ട് വരും? അത് ഐ ആണെങ്കിൽ മീ ആണ്, വി ആണെങ്കിൽ അസ് ആണ്, യു ആണെങ്കിൽ യു ആണ്, ഹി, ഹിം ആണ്, ഷീ, ഹർ, ഇറ്റ്, ദേ, ദം ആണ്. ഓക്കെ, അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പേഴ്സണൽ പ്രോണൗണിൽ പറയാനുള്ളത്. ഇനി എംഫാറ്റിക് ആണ്. എംഫാറ്റിക്കില് കീവേഡ്സ് തന്നു, കീവേഡ്സ് പറഞ്ഞു എന്താണ്. നൗണിനോ പ്രോണൗണിന് ശേഷം ആ കീവേഡ് ഏതെങ്കിലും വരാണെങ്കിൽ അത് എംഫാറ്റിക് ആണ്. ഇനി അങ്ങനെയല്ല വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ ആണോ? പിന്നെ ഇൻഡിഫിനൈറ്റ് നോക്കി, ഇൻഡിഫിനൈറ്റിൽ കീവേഡ്സ് നോട്ട്സ് എഴുതി, കീവേഡ്സ് പഠിക്കണം, അത് അത്യാവശ്യമാണ്. കാരണം ഇൻഡിഫിനൈറ്റ് അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണും എവിടെയെങ്കിലും വരാം, ഫസ്റ്റോ സെക്കൻഡോ ലാസ്റ്റോ ഒന്നൊന്നുമില്ല, മിഡിലോ അങ്ങനെയൊന്നുമില്ല. കീവേഡ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കീവേഡ് ആ സെന്റൻസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ കീവേഡ് പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. റിഫ്ലെക്സീവ് എംഫാറ്റിക് നമുക്കറിയാം സെയിം കീവേഡ് ആണ് രണ്ടിന്റെയും. അപ്പൊ ഒരെണ്ണം പഠിച്ചാലും മതി, അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോ കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ഈ എംഫാറ്റിക് റിഫ്ലെക്സീവ് ആണ്, ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവില് 3 ആണോ മാം? ഡിസ്ട്രിബ്യൂട്ടീവില് ഈച്ച്, ഐദർ, നൈദർ, ആ 3 ഉള്ളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്പീഡൊക്കെ ഓക്കെ ആണോ ഇപ്പോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ പറ്റി? എന്തെങ്കിലും കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ പറയാനുണ്ടോ എന്നോട്? ഇല്ല. ഓക്കെ ആണോ? നിങ്ങള് പറയൂ. സ്പീഡ് ഉണ്ട്. മിസ്സേ, ബാക്കി പ്രോനൗൺസ് നമ്മൾ തന്നെ പഠിക്കേണ്ടതാണോ? അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുക? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. നമ്മൾ പഠിച്ചത് പേഴ്സണൽ പ്രോണൗൺ, നമ്മള് പ്രോണൗൺ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ച 9 കൈൻഡ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ ചിന്തിക്കാനുള്ളത് സബ്ജക്ട്സ് ഒക്കെയാണ് അല്ലെ? സബ്ജക്ട്സ് ഉണ്ട്, പിന്നെ ഒബ്ജക്ട്സ് ഉണ്ട്, പൊസസീവ് ഉണ്ട്, പിന്നെ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതൊക്കെയാണ്. അതാണ് പേഴ്സണൽ പ്രോണൗണിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എംഫാറ്റിക് പ്രോണൗൺ ആണ്. അതിൽ കീവേഡ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട്. മ്യൂട്ട് ചെയ്യാട്ടോ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ് പറയുന്നത് മ്യൂട്ട് ചെയ്യും കേട്ടോ. ശ്രദ്ധിക്കുക എപ്പോഴും. പിന്നെ എംഫാറ്റിക് ആയിരുന്നു. എംഫാറ്റിക്കിൽ കീവേഡ്സ് പഠിച്ചു. നൗണിനോ പ്രോണൗണിനോ ശേഷം ഏതെങ്കിലും ഒരു കീവേഡ് വരാണെങ്കിൽ അത് എംഫാറ്റിക് ആണെന്ന് പഠിച്ചു. ഇനി അങ്ങനെ അല്ലാതെ വരുന്ന കീവേഡ്സ് ആണെങ്കിൽ, ഇപ്പോ വേർബിന് ശേഷമോ അങ്ങനെയൊക്കെ വരുന്ന കീവേഡ്സ് ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇൻഡിഫിനൈറ്റ് ആണ്. ഇൻഡിഫിനൈറ്റിൽ അത്യാവശ്യം കുറച്ച് കീവേഡ്സ് ഉണ്ട്. എവ്രി വൺ, എവ്രിബഡി, സംവൺ, സംബഡി എന്നൊക്കെ പറയുന്ന കുറച്ച് കീവേഡ്സ് ആണ് ഇൻഡിഫിനൈറ്റിലുള്ളത്. സോ അതിൽ ഏതെങ്കിലും ഒരു കീവേഡ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്.
ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിലും അണ്ടർലൈൻ ചെയ്യും. ആ കീവേഡിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ഐഡന്റിഫൈ അണ്ടർലൈൻ പാർട്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അതിന് 4 ഓപ്ഷൻസ് തരും. ഈ പ്രൊണൗണിന് ഇതിന് 4 ഓപ്ഷൻസ് തരും. നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യുക. തേർഡ് പേഴ്സൺ ഒന്നുകൂടെ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് നോക്കിയത്. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പോയി വേറൊരാൾ പറയുമ്പോൾ മൂന്നാമതൊരാളായി. നമ്മള് ചുമ്മാതാനെ പറയാറില്ലേ, ഒരു സീക്രട്ട് ഫ്രണ്ട്സ് നമ്മുടെ സീക്രട്ട് പറയുമ്പോൾ ഇത് മൂന്നാമതൊരാൾ അറിയണ്ട കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഈ മൂന്നാമതൊരാള്? അവനോ അവളോ അവരോ ഒക്കെ ആയിരിക്കില്ലേ? അതാണ് തേർഡ് പേഴ്സൺ. മനസ്സിലായോ? അപ്പൊ അത് മലയാളത്തില് അവൻ അവൾ അവർ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് വരും? ഹി ഷീ ദേ ആണ്, അല്ലെ? അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാനോ ഞങ്ങളോ ആയിരിക്കും ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം. ഞാനും ഞങ്ങളായിരിക്കും പറയാം, അല്ലെ? ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഇപ്പൊ ഞങ്ങളായി. അങ്ങനെ രണ്ടുപേരും വരുമ്പോ ഞങ്ങളായി, ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളായി, അല്ലെ? അപ്പൊ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, ഒരു കൂട്ടം കുറച്ച് പേര് നിങ്ങളാണ്, നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ്? യുവറായി. ഞങ്ങൾ പി ആയി മാറി. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവരോട് പറയരുത്. അപ്പൊ അവരാരായി? തേർഡ് പേഴ്സൺ ആണ്, ദേ ആയി. ഇനിയിപ്പൊ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞു, ഇപ്പൊ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ, ഞാൻ ആയി. നിന്നോട് പറഞ്ഞു, നീ യു ആണ്. നീ അത് അവനോട് പറയില്ല കേട്ടോ. എന്നാണെങ്കിൽ അവനായി, അവിടെ ഹി ആണ്. ഇനി അവളോടാണെങ്കിൽ ഷീ ആയി മാറി. പ്രസന്റ് അല്ലല്ലോ, അല്ലെ? ആള് പ്രസന്റ് അല്ല, പക്ഷെ തേർഡ് പേഴ്സൺ അല്ലേ? മനസ്സിലായോ? ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും കൂടെ ആയിരിക്കും സംസാരിക്കുക. തേർഡ് പേഴ്സൺ കറങ്ങി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അവിടെ ഉണ്ടാവില്ല, അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? ഒരുപാട് ചിന്തിക്കല്ലേ കേട്ടോ. ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആകും. വളരെ ചെറിയൊരു പോർഷൻ ആണ്, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, വളരെ ചെറിയൊരു പോർഷൻ ആണ് ഇത്. ഇത്രയൊന്നും ഇല്ല. നമ്മള് ടെൻസിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും. അപ്പൊ നമ്മള് ഇതിനൊക്കെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആയിരിക്കില്ല പറയാം, ജസ്റ്റ് ഒരു സബ്ജക്ട് എന്ന് മാത്രമായിരിക്കും പറയാം. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതെല്ലാം അറിയണമല്ലോ, പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം പഠിക്കണം. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ടൊന്നും ഇനി ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഒന്നും ചോദിക്കില്ല. സബ്ജക്ട് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു ഇംഗ്ലീഷ് ഒരു സെന്റൻസ്, ഐ എം ഗോയിങ് ടു ദി ടെമ്പിൾ, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 hours എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ഒരു സബ്ജക്ട് ഉണ്ടാകും, ഒരു വെർബ് ഉണ്ടാകും, ഓക്സിലറി ഉണ്ടാകും, അല്ലെ? പ്രപ്പോസിഷൻസ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു സെന്റൻസ് വരുന്നത്. അവിടെ നമ്മള് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്നാണ് പറയാം, ഒരിക്കലും, അല്ലെ? സബ്ജക്ട് എന്നാണ് പറയും. സബ്ജക്ട്, ഒബ്ജക്റ്റ്, വെർബ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതൊക്കെ വളരെ ചെറിയൊരു കാര്യമാണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബേസിക് ആണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കണം, ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇതുവരെ പഠിച്ചത് എല്ലാവരും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ക്ലാസ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. നൗൺ പ്രോനൗൺ ഉണ്ടാവും എക്സാമിന്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇതൊക്കെ പറഞ്ഞുതരാം, ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ടെന്നേ, സിമ്പിൾ ആണ്, ടെൻഷൻ എടുക്കുന്നത് പോലെ ഒന്നുമില്ല. ഷാനിബ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യുമ്പോ അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ട് ചെയ്യുന്നേ. അൺമ്യൂട്ട് ചെയ്യുമ്പോ സൈലന്റ് ആയിട്ടിരിക്കുന്ന പ്ലേസ് ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ അറിയില്ല. പക്ഷെ അവിടെ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ അവരുടെ സൗണ്ട് ആയിരിക്കും വരാട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത്, പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇംഗ്ലീഷിന് പൊതുവെ റെക്കോർഡ് ക്ലാസ് കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ബോറിംഗ് ആണ്. ഓക്കെ, മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറിംഗ് ആണോ? ഇല്ല. ഓക്കെ ആണല്ലോ, ഷുവർ അല്ലേ? കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കോ. പിന്നെ നിങ്ങൾക്ക് സ്പീഡ് ഉണ്ട്, ശരിയാണ്. എന്തോ സ്പീഡ് കുറച്ച് കൂടുതലാണ്. സ്പീഡ് കൂടുതലാണ്. ഞാൻ യൂഷ്വലി സംസാരിക്കുന്നത് ക്ലാസ് കുഴപ്പമില്ലായിരുന്നു, കഴിഞ്ഞ ക്ലാസ് ഭയങ്കര സ്പീഡായിരുന്നു.
സ്പീഡ് ആണെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ, കുറെ പ്രാവശ്യം റിവൈൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം പെട്ടെന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റില്ല. സോ നമ്മൾ റിവൈൻഡ് ചെയ്ത് പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. ശരിയല്ലേ? പഠിച്ചിട്ടല്ലേ നിങ്ങൾ പോകുന്നത്? പഠിക്കാതെ അല്ലല്ലോ. എല്ലാരും പഠിക്കുന്നുണ്ടല്ലേ? അത് മതി കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്, പഠിക്കണം, മനസ്സിലാക്കി പഠിക്കാൻ ഏറ്റവും നല്ലത്. എന്തോ പറയൂ, ഇത് പറയാൻ വന്നാണോ? പിന്നെ എനിക്കൊരു കാര്യം, നിങ്ങളുടെ ഇമോഷൻസ് എനിക്ക് അറിയില്ല കേട്ടോ. ഇമോഷൻസ് മീൻസ് നിങ്ങൾ അവിടെ എന്താണ്, എനിക്ക് ഓൺലൈൻ ആണല്ലോ അല്ലെ, നിങ്ങളിപ്പോ ചിരിക്കുകയാണോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഫീലിങ്സ് എന്താണെന്ന് അറിയില്ല. സോ അങ്ങനെ എന്തെയാണെങ്കിൽ ഇമോജീസ് ഉണ്ട്, അത് ഒന്നല്ലെങ്കിൽ ഇമോജീസ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാം, എന്നോട് പറയാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അവിടെ എന്താണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. സോ മാക്സിമം അതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ നോക്കൂ കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. അത് സ്നേഹമാണെങ്കിലും പ്രകടിപ്പിക്കണം. ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. ഓക്കെ, ക്ലാസ്സിൽ മാത്രമല്ല പൊതുവെ ലൈഫിൽ തരുന്ന ഒരു ഇൻഫർമേഷൻ ആണ്, അതൊരു എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് ആണ്. എന്ത് ഇമോഷൻസ് ആണെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. എക്സ്പ്രസ് ചെയ്താലേ മറ്റുള്ളവർ അറിയൂ എനിക്ക് ഇതിനോട് സ്നേഹം എന്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ദേഷ്യം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യണം. എന്താണെങ്കിലും എക്സ്പ്രസ് ചെയ്യാം. എന്നോട് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും എന്നോട് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കംഫർട്ടബിൾ ആണോ ക്ലാസ്സിൽ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയണം കേട്ടോ. എനിക്ക് അറിയണം ഇതുവരെയുള്ള ക്ലാസ് എങ്ങനെയാണ്, ഫീഡ്ബാക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് അല്ലേ, എങ്ങനെയാണെന്ന് അറിയണം. ഓക്കെ, സോ സൈൻ ഔട്ട് പറയാം. ഓക്കെ മാം, നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മാഡത്തിന് നന്ദി പറയുന്നത്. മാഡം എടുത്തത് നമുക്ക് പ്രോനൗൺസിനെ കുറിച്ചിട്ടായിരുന്നു. ഇന്ന് 5 പ്രോനൗൺസ് ആണ് നമ്മൾ പഠിച്ചത്. പേഴ്സണൽ പ്രോനൗണ്, എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലക്റ്റീവ് പ്രോനൗൺ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. ക്ലാസ് വളരെ നന്നായി എടുക്കാൻ മാഡം നമ്മളെ സഹായിച്ചു. താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ 5 പ്രോനൗണും പഠിച്ചിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ ഫുൾ പ്രസന്റ് ചെയ്യാം, എല്ലാവരും ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. പറഞ്ഞു വിടണം ഇപ്പൊ ഇങ്ങനെ. ഓക്കെ, താങ്ക് യു ഓൾ. ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.